കാസർഗോഡ് നിന്ന് മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയുണ്ടായി. മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു എന്നുള്ള വാർത്ത അരുൺ പാറയ്ക്കൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. MRPL ഓപ്പറേറ്റേഴ്സായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, പ്രയാഗ്രാജിൽ നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഇരുവരെയും MRPLൽ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി കണ്ടെത്തുകയായിരുന്നു. 2 പേരെയും മുക്കയിലെ ശ്രീനിവാസ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ അറിയിക്കുന്നത്. ഈ വാതക ചോർച്ചയ്ക്ക് ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട്. ചോർച്ച അടച്ചു എന്നാണ് അരുൺ അറിയിക്കുന്നത്. പക്ഷേ 2 പേർ മരിച്ചു. അതിൽ ഒരാൾ മലയാളിയാണ്. കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദാണ് മരിച്ച മലയാളിയെന്ന് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഇതെങ്ങനെയാണ് ഈ ചോർച്ച ഉണ്ടായത്? ഒപ്പം മറ്റു വിശദാംശങ്ങളും അരുൺ. ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽ ലിമിറ്റഡിന്റെ മുകളിൽ, അതായത് ഈ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിലാണ് ഈ 2 ജീവനക്കാരും ബോധരഹിതരായി കണ്ടെത്തിയത്. രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർ ഇവരെ തെരഞ്ഞ് ഈ ടാങ്ക് പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ തന്നെ 2 പേരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തി. കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, പ്രയാഗ്രാജ് സ്വദേശി ദീപ് ചന്ദ്ര എന്നിവരാണ് നിലവിൽ മരിച്ചത്. 2 പേരെയും മുക്കയിലെ ശ്രീനിവാസ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ മറ്റൊരു ജീവനക്കാരനായ വിനായകന് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജീവനക്കാരൻ അപകടനില തരണം ചെയ്തു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ജോലിക്കിടയിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. H2S ഗ്യാസ് ചോർച്ച ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. MRPLൽ നിന്ന് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം എത്തി നിലവിൽ ചോർച്ചയടച്ചതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ജീവനക്കാർ, അതായത് മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ശരി. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. വാതക ചോർച്ച 2 ജീവനക്കാർ മരിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ മലയാളിയാണ്. ബിജിൽ പ്രസാദ്, ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് കക്കോടി സ്വദേശി അദ്ദേഹമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ മരിച്ചിരിക്കുന്ന ഒരു മലയാളി. മറ്റൊരാൾ പ്രയാഗ്രാജിൽ നിന്നുള്ള ദീപ് ചന്ദ്രയാണ്. ഈ 2 പേരാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മംഗളൂരുവിലെ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡാണ് വിഷവാതക ചോർച്ച ഉണ്ടായത്. ഈ 2 പേരെയും MRPLലെ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിലാണ് ബോധരഹിതരായി കണ്ടെത്തിയത്. 2 പേരും മരിച്ചുവെന്നാണ് അരുൺ പാറയ്ക്കൽ ഇപ്പോൾ അറിയിക്കുന്നത്.